സന്ദീപേട്ടനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നിഷ്പക്ഷമായ മാധ്യമപ്രവർത്തനമായിരുന്നു. എനിക്ക് ഇന്ന രാഷ്ട്രീയമുണ്ടെന്ന് എവിടെയും പറയാത്ത മാധ്യമധർമ്മം നിർവഹിച്ചിരുന്ന ഒരാളാണ്. പൊളിറ്റിക്സ് എന്നുള്ളത് മാധ്യമ പ്രവർത്തനത്തിൽ കാണിക്കേണ്ടതില്ല. ഇന്നേ വരെ എൻ്റെ സ്ഥാപനമോ എൻ്റെ സഹപ്രവർത്തകരോ ഞാൻ എൻ്റെ വാർത്തയിൽ കളർ ചേർത്തു എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലൊക്കെ രക്തഹാരം അണിയിക്കാനൊക്കെ പോയത് ഒരു മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ഒരു ശ്രമമായിരുന്നെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, പുന്നപ്ര വയലാർ എന്നുള്ളത് വലിയ വഞ്ചനയുടെ കഥയാണ്. പക്ഷേ പോലീസുകാർ നിങ്ങൾ ചിലപ്പോൾ ഫയർ എന്ന് പറയും. അത് ഫയർ എന്ന് പറഞ്ഞാൽ ഫയറാണ്. ഇവർക്ക് ഇംഗ്ലീഷ് അറിയാത്ത മനുഷ്യരാണ്. ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്ര പേര് മരിച്ചു എന്നതിന് പോലും കണക്കുകളില്ല. പിണറായി വിജയൻ പറഞ്ഞത് ഞാനിവിടെ പോയി വർഗീയ മുദ്രാവാക്യം വിളിച്ചു. ഞാൻ ആകെ വിളിച്ചത് ഭാരത് മാതാ കി ജയ്. ഈ വലിയ ചുടുകാട് സാധാരണഗതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വികാരവുമായി ബന്ധപ്പെട്ടൊരു സ്ഥലമാണ്. അവിടെ അതിക്രമിച്ച് കയറി പുഷ്പങ്ങളിങ്ങനെ വാരി എറിയാൻ 2014 മോദി വരുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തായി? ഇന്ത്യയുടെ ഇക്കോണമിയെ പറ്റി പറയുന്നത് വേൾഡ്സ് മോസ്റ്റ് ഫ്രജൈൽ ഇക്കോണമികളിൽ ഒരെണ്ണമായി. മോദിയുടെ 12 വർഷം കഴിയുമ്പോൾ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി അല്ലേ? ഇതൊക്കെ ലോകരാഷ്ട്രങ്ങൾക്ക് നമ്മളെ പറ്റിയുള്ള പെർസ്പെക്റ്റീവ് മാറിയത് കൊണ്ടാണ്. മോദി വലിയ മുസ്ലിം വിരുദ്ധനാണ്. ഇതാണല്ലോ നിങ്ങളുടെ നറേറ്റീവ്. നരേന്ദ്രമോദിക്ക് നാം ഈ സംസാരിക്കുന്ന 2026 വരെ ഓൾമോസ്റ്റ് 28 രാഷ്ട്രങ്ങൾ പരമോന്നത ബഹുമതി കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. അതിൽ 12 മുസ്ലിം കൺട്രീസാണ്. നമ്മുടെ ഒരു പ്രധാനമന്ത്രി ആർത്തവത്തെ പറ്റി സംസാരിച്ചു. करीब 5 करोड़ से ज्यादा सैनिटरी पैड हमारी इन गरीब महिलाओं तक पहुंच चुके हैं. ആർത്തവ സംബന്ധമായ ഹൈജീനിക് അല്ലാത്ത സാഹചര്യങ്ങളിൽ അവർക്ക് ഈ പറഞ്ഞ നാപ്കിൻസ് ഉപയോഗിക്കാൻ അവർക്ക് അറിയില്ല. അവർ പ്രിമിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് അണുബാധ മൂലം മരിക്കുന്നവരുടെ എണ്ണം ഇന്ത്യയിൽ കൂടുതലായിരുന്നു. ഇന്ന് എല്ലാ സ്കൂളുകളിലും നാപ്കിൻ വെൻഡിങ് മെഷീൻസ് വെച്ചിരിക്കുന്നു. നമ്മൾ സംസാരിക്കുന്ന ആലപ്പുഴ ഇരുന്നിട്ടാണ്. ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള ജില്ലയാണ് ആലപ്പി. കുട്ടനാട് അതിന് നമ്പർ 1. എന്തുകൊണ്ടാണ്? മലിനജലം. ഞാനും വീണയും കഴിക്കുന്ന ഫുഡിനകത്തെ പെസ്റ്റിസൈഡ്സിന്റെ അളവ് ആര് ഉറപ്പുവരുത്തുന്നു? നമ്മുടെ ഗംഗാ നദിയെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ അവിടെയും അതീവ മലിനമായിട്ടല്ലേ. അതിനു വേണ്ടിയിട്ടാണല്ലോ നമാമി ഗംഗാ പ്രോജക്ട് ഇപ്പൊ ഗംഗയിലോട്ട് ചെല്ലാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയും അങ്ങനെയുള്ള നടക്കുന്നുണ്ടെങ്കിൽ ഗുഡ്. ചെറുപ്പക്കാർക്ക് ഇപ്പോൾ രാഷ്ട്രീയത്തിലേ താല്പര്യമില്ല. ഇനി അവരോട് തന്നെ വീണ്ടും BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമേ താല്പര്യമില്ല. കുറച്ച് മാറി നിൽക്കുമോ എന്ന് പേടിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആശങ്ക ആരെ പറ്റിയാണ്? നിങ്ങൾക്ക് നാടിനെ പറ്റിയാണ് ആശങ്കയെങ്കിൽ BJP അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും നമ്മൾ നന്നായിട്ട് പ്രവർത്തിച്ചാൽ പോരെ, അതല്ലേ ഓപ്ഷൻ. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. നമ്മളൊരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ രാഷ്ട്രീയം ഇന്നതാകുന്നത് എന്നുള്ള വ്യക്തമായ നിലപാടുകൾ ഉണ്ടാകണം. അത്തരത്തിലൊരു മാധ്യമപ്രവർത്തകൻ BJP എന്ന രാഷ്ട്രീയം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് ആ രാഷ്ട്രീയം സ്വീകരിച്ചത്, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ നയങ്ങൾ, നിലപാടുകൾ എന്നൊക്കെയുള്ളത് കൃത്യമായ ബോധ്യം ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ശ്രീ സന്ദീപ് വാചസ്പതിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു ദ ഷോ ചേട്ടാ. താങ്ക് യു. നമ്മളൊരു മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ നമ്മളൊരു ജോലി സ്വീകരിക്കുന്നതെന്ന് പറയുന്നത് നമ്മളുടെ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകണം. ഫൈനാൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ആ ജോലി പൂർണ്ണമായും ഒഴിവാക്കി പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നിലനിന്ന് പോകാനുള്ള വരുമാനം എവിടെ നിന്ന് വരും? ഞാൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം തന്നെയാണ് വീണ ആദ്യം അഡ്രസ് ചെയ്തത്. ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ 10-13 വർഷം മാധ്യമ പ്രവർത്തകനായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിലും മാതൃഭൂമി ന്യൂസിലും ഒക്കെ ജോലി ചെയ്തിട്ട് സംഘടനയുമായി നേരത്തെ മുതൽ തന്നെ ബന്ധമുണ്ട്. അപ്പോൾ സംഘടന ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു. നമ്മുടെ കുമ്മനം രാജേട്ടൻ BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ട് വരുമ്പോൾ മീഡിയ കാര്യങ്ങൾ നോക്കാൻ അദ്ദേഹത്തിന് മീഡിയ അഡ്വൈസർ ആയിട്ടൊക്കെ മാധ്യമ പരിചയമുള്ള ഒരാൾ വേണം. ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ നമുക്കൊരു പാഷനും ഉണ്ട് രാഷ്ട്രീയത്തോട്. പെട്ടെന്ന് തന്നെ സമ്മതിച്ചു. സമ്മതിച്ചപ്പോ സ്വാഭാവികമായിട്ടും ആദ്യം ഉണ്ടായ ഒരു ചോദ്യം, ഭാര്യയും 3 കുഞ്ഞുങ്ങളും ഉണ്ട്. ചെന്നൊരു ദിവസം ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ചുച്ചയ്ക്ക് വീട്ടിലെത്തിയിട്ടാണ് ഞാൻ വൈഫിനോട് പറയണത്, ഞാൻ ആക്ച്വലി ഞാൻ രാജിക്കത്ത് അയച്ചിരുന്നു. അപ്പൊ ഞാൻ രാജിവെച്ചാലോ? രാജിവെക്കുന്നത് എന്തിനാ? ഞാൻ പറഞ്ഞു, എന്താ അഭിപ്രായം?
അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ കുറെ പ്രശ്നങ്ങളൊക്കെ പറയും. അങ്ങനെ എന്നാലും ഞാൻ രാജിവെച്ചു. വളരെ ഷോക്കായിരുന്നു വൈഫിന്. പക്ഷെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു വൈഫ്. സത്യത്തിൽ നമുക്ക് അവരുടെ ഒരു പിന്തുണയാണ് ഇവിടം വരെ എത്തിയത്. അപ്പൊ ആദ്യഘട്ടത്തിൽ ഞാൻ മീഡിയയുടെ കോർഡിനേറ്റർ ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പൊ പാർട്ടിയിൽ നിന്നും ചെറിയ ശമ്പളം എനിക്ക് കിട്ടിയിരുന്നു. പിന്നീട് ഞാൻ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായി, വക്താവായി. അപ്പൊ മാറിയപ്പോൾ സ്വാഭാവികം മീഡിയ കോർഡിനേറ്റർ എന്നുള്ള ചുമതല ഒഴിഞ്ഞപ്പോ ഞാൻ ഒരു ബിസിനസ് തുടങ്ങി. ഒരു മെമന്റോകളുടെ ബിസിനസ്. അത് വൈഫാണ് നോക്കി നടത്തുന്നത്. അവരുടെ ചെലവിൽ ഞാൻ കഴിയുന്നു. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാനിവിടെ പോകും. പക്ഷെ ഇപ്പൊ ജില്ലാ പ്രസിഡന്റ് ഇപ്പൊ 24/7 ആണ്. അപ്പൊ സ്റ്റേറ്റ് സ്പോക്സ് പേഴ്സൺ ആയിരുന്ന സമയത്ത് ഞാൻ ട്രിവാൻഡ്രം തന്നെയായിരുന്നു ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പൊ അങ്ങനെ കടയിൽ പോകാൻ സമയമൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ആയപ്പോൾ 24/7 ആയി. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകാറേ ഇല്ല. അവരാണ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭാര്യയുടെ ചിലവിലാണ് ജീവിക്കുന്നതെന്ന് അഭിമാനത്തോടെ പറയുന്ന ഭർത്താവാണ് അല്ലെ. എനിക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയ മറ്റൊരു സംശയം എന്ന് പറയുന്നത്, ഈ മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ മുഴുവൻ സന്ദീപേട്ടനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനമായിരുന്നു. എനിക്ക് ഇന്ന രാഷ്ട്രീയമുണ്ടെന്ന് എവിടെയും പറയാത്ത മാധ്യമധർമ്മം നിർവഹിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ അതിനുശേഷം ഞാൻ ഏത് രാഷ്ട്രീയം തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ചോദ്യം എപ്പോഴെങ്കിലും മനസ്സിലുണ്ടായിരുന്നു? അങ്ങനെ നമുക്കൊരു സംശയമില്ല. പക്ഷെ ഞാൻ മാധ്യമപ്രവർത്തനമായി പോകുന്നത് തന്നെ രാഷ്ട്രീയത്തിൽ നിന്നാണ്. ഐ മീൻ ഞാൻ സംഘത്തിന്റെ RSSന്റെ ചുമതലയിൽ, നാട്ടിൽ ചുമതല ബാലഗോകുലം RSS ചുമതലയിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഒരു 13 വർഷം മാധ്യമപ്രവർത്തകനായിട്ട് ജോലി ചെയ്തു. ഇന്നേ വരെ എൻ്റെ സ്ഥാപനമോ എൻ്റെ സഹപ്രവർത്തകരോ ഞാൻ എൻ്റെ വാർത്തയിൽ കളർ ചേർത്തു എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. ആ ജോബ് ഡിമാൻഡ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ ഒരു നോബിൾ പ്രൊഫഷൻ ആണല്ലോ അത്. അപ്പോഴും ഞാൻ സംശയം ചോദിക്കട്ടെ, ബാലഗോകുലം എന്ന് പറയുന്നത് അത് നമ്മൾക്ക് തിരിച്ചറിവില്ലാത്ത സമയത്തുള്ള ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ നമ്മൾ തീരെ കുഞ്ഞായിരിക്കുമ്പോഴാണ് ബാലഗോകുലത്തേക്ക് പോകുന്നത്. അപ്പൊ അതിനുശേഷം വലുതായി വരുമ്പോഴും ആ രാഷ്ട്രീയത്തോട് അങ്ങനെ തോന്നിയ ഒരു ഇഷ്ടമാണോ BJP എന്ന് പറയുന്ന രാഷ്ട്രീയത്തോട്? തീർച്ചയായിട്ടും. ബാലഗോകുലത്തിൽ നമ്മൾ പോകുന്ന ഈ പറഞ്ഞ കുഞ്ഞായിരിക്കുമ്പോഴാണ് പോയിട്ടുള്ളത്. നമ്മൾ കൃഷ്ണനോടുള്ള ഒരു ഇഷ്ടം, വളരെ കളികൾ കാണാൻ, കഥകൾ കേൾക്കാനൊക്കെ പോയതാണ്. പിന്നീട് നമ്മൾ BJP രാഷ്ട്രീയം എന്നുള്ളത് സത്യത്തിൽ ലേറ്റർ വരുന്നതാണ്. നമ്മൾക്ക് അന്ന് മുതൽ തന്നെ ഒരു നാഷണാലിറ്റി എന്നൊരു സാധനം മനസ്സിൽ അടിയുറച്ചിട്ടുണ്ട്. നിങ്ങളുടെ രാഷ്ട്രീയം ഇപ്പോഴും നമ്മൾ പറയുന്നത് രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ, നമുക്കതൊരു പ്രശ്നമേ അല്ല. രാഷ്ട്രീയവും മതം എന്നുള്ള നമുക്കൊരു ഇഷ്യൂ അല്ല. പക്ഷെ നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ അത് നേഷൻ ഫസ്റ്റ് എന്നൊരു വികാരം അത് എപ്പോഴും ഉണ്ട്. അത് ചെറുപ്പം മുതലേ ഉണ്ടല്ലോ. അത് ബാലഗോകുലത്തിൽ നിന്നും സംഘത്തിൽ നിന്നും കിട്ടിയതാണ്. RSS ഇന്നേവരെ നമ്മളോട് നിങ്ങൾ ഇന്ന രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണം, നിങ്ങളുടെ ഐഡിയോളജി എന്ന് പറഞ്ഞു തന്നിട്ടേ ഇല്ല. പക്ഷെ നമുക്ക് ഒരു നാച്ചുറൽ ചോയ്സ് BJP ആണ്. കാരണം RSS മുൻപോട്ടേക്ക് വെക്കുന്ന നേഷൻ ഫസ്റ്റ് എന്ന വികാരത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം BJP ആണ്. ഞങ്ങൾക്ക് BJP-കാരായി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ BJP-ക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ആവുന്നവരല്ല. നമ്മുടെ ബേസിക് ഐഡിയോളജി എന്ന് പറഞ്ഞാൽ രാജ്യം. ആ ഒരു ചിന്ത അന്ന് മുതലുണ്ട്. അത് മാധ്യമപ്രവർത്തനായിരുന്നപ്പോൾ നമ്മൾ പുലർത്തിയിട്ടുണ്ട് എക്കാലവും പുലർ. അങ്ങനെയാണ് ഞാൻ BJP-കാരനായി മാറിയത്. മുമ്പേ വെച്ചിട്ട് ഒരു ആഡ് ഓൺ ചെയ്ത് ഞാൻ പറയാം. ഞാൻ മാധ്യമപ്രവർത്തനം പലരുടെയും വിചാരം ഞാൻ SFI-കാരനാണെന്ന് പോലും തെറ്റിദ്ധരിച്ചു. അത് നമുക്ക് അങ്ങനെയാണല്ലോ ഒരു മൈൻഡ് ഡിഫോൾട്ട് ആയിട്ട് വരുന്നത്. VS അച്ഛനൊക്കെ ഭരിക്കുന്ന കാലം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരുന്നു. അപ്പൊ കോടിയേരിക്ക് നല്ല ഒരു ബന്ധമുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വിചാരം ഞാൻ SFI-കാരനാണ്. അപ്പൊ ഞാൻ ഒരു 1-2 ട്രാൻസ്ഫറുകൾ ഉണ്ടായി. അപ്പൊ ഞാൻ ആദ്യം ട്രിവാൻഡ്രം ബ്യൂറോയിലായിരുന്നു. ട്രിവാൻഡ്രം ബ്യൂറോയിൽ നിന്ന് ഞാൻ ആലപ്പിയിൽ വന്നു. ആലപ്പിയിൽ ഞാൻ വീണ്ടും ട്രിവാൻഡ്രം ബ്യൂറോയിൽ പോയി, ഡെസ്കിൽ പോയി. എന്നിട്ട് നേരെ ഞാൻ കാസർഗോഡ്, അപ്പൊ എന്നോട് ഏഷ്യാനെറ്റ് ചോദിച്ചു കാസർഗോഡ് ബ്യൂറോയിൽ ഒരു ഒഴിവുണ്ട്, നിങ്ങൾക്ക് പോകാമോ? അപ്പൊ നമ്മൾ ചെറുപ്പമാണല്ലോ, കല്യാണം കഴിച്ച സമയം ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്രയും. സിംഗിൾ മാൻ ബ്യൂറോയിലേക്ക് പോകുന്നതിന്റെ ഒരു ത്രില്ലുണ്ട്. അപ്പൊ ഞാൻ കാസർഗോഡ് ബ്യൂറോയിൽ ചെന്നതിന്റെ 2ാം ദിവസം കോടിയേരിയുടെ ഒരു പരിപാടിയുടെ പ്രസ് ക്ലബിൽ വന്നു അദ്ദേഹം. അത് എന്നെ കണ്ടപ്പോ ഇങ്ങനെ, നിങ്ങളെന്താ ഇവിടെ? ഇങ്ങോട്ടെ, നിങ്ങൾ ഇങ്ങനെ സ്ഥാപനം തട്ടിക്കളിക്കുക, നിങ്ങൾ SFI ആയിട്ടാ? അല്ല, അങ്ങനെയൊന്നുമല്ല, ഞാൻ ചോദിച്ചു വന്നതാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അങ്ങനെ ഒരു കളർ കാണിച്ചിട്ടില്ല എന്നൊരു ഇതാണ്. ഞാൻ അങ്ങനെ ഒരു പൊളിറ്റിക്സ് എന്നുള്ളത് മാധ്യമ പ്രവർത്തനത്തിൽ കാണിക്കേണ്ടതില്ല. പക്ഷെ ആലപ്പുഴ ജില്ല എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് അത് ഒരേപോലെ ഒരുമിച്ച് വരുന്നത് കമ്മ്യൂണിസം എന്നുള്ളതാണ്. അപ്പൊ ആലപ്പുഴ ജില്ലയിൽ കമ്മ്യൂണിസം അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ നേതാവ് ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് പറയുന്നത് തന്നെ എന്നെ പോലൊരു സാധാരണക്കാരിക്ക് ഒരു ഭയങ്കര പുതുമയാണ്. അവിടേക്ക് ആ ഒരു ശ്രദ്ധയിലേക്ക് എത്തപ്പെടാനായിട്ട് വല്ലാതെ കഷ്ടപ്പെട്ടോ? വലിയൊരു കഷ്ടപ്പാട്. ഇപ്പൊ നിങ്ങളുടെയൊക്കെ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണല്ലോ. പഴയ കാലത്തെ നമ്മുടെ പ്രവർത്തകർ കഷ്ടപ്പെട്ടല്ലോ കഷ്ടപ്പാടും നമുക്കുണ്ടായിട്ടില്ല. ടു ബി ഫ്രാങ്ക്, സത്യത്തിൽ നമ്മളൊക്കെ ഒരു
ഈസി വെയിൽ അല്ലെങ്കിൽ സോഫ്റ്റ് വെയിൽ കൂടെ വന്ന ആൾക്കാരാണ് അല്ലെ. നമ്മൾ അങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഒന്നും പണ്ടെന്ന് പറഞ്ഞാൽ ഈ പലപ്പോഴും ഐഡിയോളജി മാത്രമായിരുന്നില്ലല്ലോ. പലപ്പോഴും അതൊരു സംഘടനത്തിലേക്ക് പോയിട്ടുണ്ട്, ഫിസിക്കൽ അറ്റാക്കിലേക്ക്, നമുക്കറിയാം കൊലപാതക രാഷ്ട്രീയം പോലെ ഉണ്ടായിട്ടുള്ള. എനിക്കൊന്ന് കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ CPM BJP അല്ലെങ്കിൽ RSS സംഘടന ഉള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ. അപ്പോൾ ഞങ്ങൾക്കൊന്നും അങ്ങനെ ഒരു ഘട്ടമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എങ്കിലും നമുക്ക് പ്രവർത്തനത്തിന് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ നമ്മളൊരു ഈസി ലോഞ്ച് ചെയ്ത ആളാണ് അങ്ങനെ പറയേണ്ടി വരും നമ്മൾ, ടു ബി ഫ്രാങ്ക്. ആ പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലൊക്കെ രക്തഹാരം അണിയിക്കാനൊക്കെ പോയത് ഒരു മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ഒരു ശ്രമമായിരുന്നെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകുമോ അല്ലയോ? അതൊരു 50-50 ആണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ പറഞ്ഞതുപോലെ നമുക്കൊരു പെട്ടെന്നൊരു ലോഞ്ച് വേണമല്ലോ. ഞാൻ താരതമ്യേന പുതുമുഖമാണ്, അപ്പൊ നമ്മൾ അതൊരു ഘടകമായിരുന്നു. എങ്കിലും അതിന്റെ ഒരു പകുതി ഞാൻ പറഞ്ഞൊരു 50% എന്നൊരു ഐഡിയോളജിക്കൽ തന്നെയായിരുന്നു. അതായത് പുന്നപ്ര രക്തസാക്ഷികൾ അല്ലെ വയലാർ രക്തസാക്ഷികൾ എന്നുള്ളത് അവരെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടാണ് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പൊ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മുടെ നാടിന്റെയാണ് അല്ലെ. എന്റെയും വീണയുടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിച്ചവരാണ് അല്ലെ. അപ്പൊ പുതിയ ജനറേഷൻ അവരോടൊരു കമ്മിറ്റ്മെന്റ് വേണം, അവരെ ആദരിക്കൽ. അതായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം ഇവരെങ്ങനെ രക്തസാക്ഷികളായി അതുകൂടി പുതിയ തലമുറ അറിയണമല്ലോ. നമ്മൾ ഈ പറയുന്നത് പോലെ അവര് സ്വമേധയാ വോളണ്ടറിലി പോയി ആയതാണോ, അവരെ ആരെങ്കിലും പറ്റിച്ചതാണോ എന്നൊരു ഡിസ്കോഴ്സ് ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം ചരിത്ര രേഖകൾ പരിശോധിക്കുമ്പോൾ അതൊരു വോളണ്ടിയർ സമരമായിരുന്നില്ല. വോളണ്ടിയർലി എല്ലാവരും കൂടെ അതിനൊരു വലിയൊരു ബിട്രയൽ അതിന്റെ പിന്നിലുണ്ട്. സാധാരണ മനുഷ്യർ അവർ വിപ്ലവകാരികളായിരുന്നു, അവർക്ക് ബ്രിട്ടീഷ് സേനയ്ക്കെതിരെ പോരാടണം, ഒക്കെ ശരിയാണ്. പക്ഷെ അപ്പോഴും അവരെ പറഞ്ഞു പറ്റിച്ചിരുന്നു എന്നതൊരു ഫാക്റ്റാണ്. അവരോട് പറയുന്നത് പോലീസുകാർ നിങ്ങൾ ചിലപ്പോൾ ഫയർ എന്ന് പറയും, അത് ഫയർ എന്ന് പറഞ്ഞാൽ പയറാണ്. ഇവർക്ക് ഇംഗ്ലീഷ് അറിയാത്ത മനുഷ്യരാണ്, അതുകൊണ്ട് തോക്കിൽ നിന്ന് അങ്ങനെ വെടിയുണ്ടോ എന്ന് വരില്ല, മുതിരയിട്ടാണ് വെടിവെക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവരെ പറ്റിച്ചിരുന്ന ഒരു വിഷയം. ഈ വിഷയം ആരാ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഫയർ എന്ന് പറയുന്നത് ഒത്തിരി രേഖകളിലുണ്ട്. പിറ്റേ ദിവസം EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ആലപ്പുഴ ഉണ്ടായിരുന്നു, എന്നിട്ടും അദ്ദേഹം ആ സ്ഥലത്തേക്ക് പോയില്ല. ആയിരക്കണക്കിന് മനുഷ്യർ മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ രണ്ടുപേര് മരിച്ചാലെങ്കിലും നമ്മൾ പോയില്ലേ. ഒരാൾ മരിച്ചത് ഓക്കെ, നാച്ചുറൽ, അറിഞ്ഞില്ല എന്ന് പോയി. അങ്ങനെയല്ല, വലിയൊരു പോലീസ് ഫയറിംഗ് ഉണ്ടായി, കൂടുതൽ കാഷ്വാലിറ്റീസ് ഉണ്ടായ ഒരു സംഭവം ഉണ്ടായിട്ടും EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അതേ ദിവസം ആലപ്പുഴയിൽ ഉണ്ടായിട്ടും സംഭവസ്ഥലം സന്ദർശിക്കാനോ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണാനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് CPI പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ തന്നെയുണ്ട്. ഇങ്ങനെ നിരവധി ചരിത്ര രേഖകൾ പരിശോധിക്കുമ്പോൾ ഇതിനെയൊക്കെ കൂടെ ലിങ്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സംശയമുണ്ട്. അപ്പൊ ഞാൻ അന്ന് റേസ് ചെയ്യാൻ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ. ഇതിന്റെ പിന്നിൽ പുന്നപ്ര വയലാർ എന്നുള്ളത് വലിയ വഞ്ചനയുടെ കഥയാണ്. അത് പുറം ലോകം അറിയാം. ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്ര പേര് മരിച്ചു എന്നതിന് പോലും കണക്കുകളില്ല. അങ്ങനെ ഉണ്ടാവില്ലല്ലോ. നമ്മുടെ സമരത്തിന് നമ്മൾ വിളിച്ചുകൊണ്ട് പോകുന്നവരെ പറ്റി നമുക്കൊരു ബോധ്യം വേണ്ടേ? അപ്പം നേതൃത്വം തിരിഞ്ഞു നോക്കിയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഒന്ന് ചർച്ചയാക്കണം എന്നത് മാത്രമേ ഞാൻ അറിഞ്ഞത് അവിടേക്ക് അതിക്രമിച്ച് കയറിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നുള്ളതായിരുന്നു. അതൊക്കെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് നറേറ്റീവിന്റെ കുഴപ്പം. ഞാൻ അന്ന് തന്നെ വാർത്താ സമ്മേളനം നടത്തി. അപ്പൊ ഞാൻ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു, ഞാൻ അവിടെ കയറുമ്പോൾ എന്നോടൊപ്പം കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഇട്ടു. അവിടെ തുറന്നു കിടന്ന ഗേറ്റിൽ കൂടിയാണ് ഞാൻ കയറിയത്. അപ്പൊ അതിക്രമിച്ച് കയറിയില്ല എന്നുള്ള സാക്ഷികൾ ആ വിഷ്വൽസ് ആണ്. ഞാൻ അവിടെ ചെന്ന് അന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഞാൻ അവിടെ പോയി വർഗീയ മുദ്രാവാക്യം വിളിച്ചു. ഞാൻ ആകെ വിളിച്ചത് ഭാരത് മാതാ കി ജയ്. ഈ രണ്ട് കാര്യം അവിടെ നടന്നത്. പക്ഷെ ഇവര് പ്രചരിപ്പിച്ചത് ഞാൻ അതിക്രമിച്ച് കടന്നു, വർഗീയത പ്രചരിപ്പിച്ചത്. അപ്പൊ ഞാൻ അവരോട് ഒറ്റ ചോദ്യമുള്ളൂ, ഈ 21-ാം നൂറ്റാണ്ടിൽ ഇത്രയേറെ മാധ്യമങ്ങളുടെ മുൻപിൽ നടന്ന ഒരു സംഭവത്തെ പറ്റി ഇങ്ങനെ വക്രീകരിക്കാമെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഇവരെ പറഞ്ഞു പറ്റിച്ചതിൽ വല്ല തെറ്റുണ്ടോ? ഇതേ ഞാൻ ചോദിച്ചുള്ളൂ. ഇതാണ് ഇവരുടെ പ്രശ്നം. ഇങ്ങനെ വ്യാജ നറേറ്റീവ് ഉണ്ട്. സത്യം എവിടെയോ കിടക്കും. നമ്മൾ സത്യം പറഞ്ഞാലും അത് അംഗീകരിക്കാത്തൊരവസ്ഥ. അത് ഒരു അതിക്രമിച്ച് കയറലും ഉണ്ടായിട്ടില്ല എന്ന് ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. എനിക്ക് അങ്ങനെ അവിടെ അതിക്രമിച്ച് കയറാൻ പറ്റുമോ? ആകെ ഒരു 3 മിനിറ്റ് അല്ലെ 4 മിനിറ്റ്, അതിൽ കൂടുതൽ ഉണ്ടായിട്ടില്ല. ചെയ്ത ആ പ്രവൃത്തി അത് ഗുണം ചെയ്തോ ദോഷം ചെയ്തോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? സത്യത്തിൽ എന്നോട് ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. പുതിയ തലമുറ ഇതേപ്പറ്റി അറിയാൻ അന്വേഷിക്കാൻ തയ്യാറായി എന്നുള്ളത് വലിയൊരു പോസിറ്റീവ് സൈഡായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ചെറുപ്പക്കാരെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ചെറുപ്പക്കാർക്ക് ഇപ്പോ രാഷ്ട്രീയത്തിലേ താല്പര്യമില്ല. ഇനി അവരോട് തന്നെ വീണ്ടും BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമേ താല്പര്യമില്ല, കുറച്ച് മാറി നിൽക്കുമോ എന്ന് പേടിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ ചെറുപ്പക്കാർക്ക് BJP എന്ന് പറയുമ്പോൾ ഒരു പേടി വരാനുള്ള ഒരു കാരണം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? സത്യത്തില് ചെറുപ്പക്കാർ BJP കൂടുതൽ വരുന്നുണ്ടെന്നാണ് യാഥാർത്ഥ്യം.
ആണോ? പിന്നെ ഇഷ്ടം പോലെ നമുക്കുള്ളത്രയും യങ് ലീഡേഴ്സ് നാഷൻ വൈഡ് ആയാലും കേരളത്തിലായാലും ചെറുപ്പക്കാര് ചിന്തിക്കുന്നവർക്ക് BJP അല്ല നിങ്ങൾക്ക് എന്താ ഓപ്ഷൻ? നിങ്ങൾക്ക് ആശങ്ക ആരെ പറ്റിയാണ്? നമുക്ക് നാടിനെ പറ്റിയാണ് ആശങ്കയെങ്കിൽ BJP അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും നമ്മൾ നന്നായിട്ട് പ്രവർത്തിച്ചാൽ പോരെ, അതല്ലേ ഓപ്ഷൻ? അങ്ങനെ ആയിരുന്നു, അങ്ങനെ ആകണം എന്നാണ് നമ്മുടെയും ആഗ്രഹം. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല. എന്തായിരുന്നു മോദി വരുന്നതിന് മുൻപ് മോദിയെ പറ്റിയിട്ടുള്ള നറേറ്റീവ് എന്തായിരുന്നു? അപ്പൊ മോദി ആരാണ്? മോദി ഫാസിസ്റ്റാണ്, മോദി നരാധമനാണ്, എന്തൊക്കെയായിരുന്നു. മോദി വന്നാൽ ഞാൻ രാജ്യം വിട്ടു പോകും, മോദി ഭരണത്തിൽ വന്ന് ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞ സാംസ്കാരിക നായകന്മാരുള്ള ഒരു നാടാണ് കേരളം. 14 വർഷവും 2014 മുതൽ 26 നമ്മൾ 12 വർഷം. എന്താണ് ഇന്ത്യക്ക് പുരോഗതി അല്ലാതെ എന്താണ് മോദി ഭരണത്തിൽ ഉണ്ടായത്? പക്ഷെ അവിടെ ഞാൻ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ. എന്തുകൊണ്ടായിരിക്കും ഒരു രാഷ്ട്രീയ നേതാവ് നരാധമനാണ് അല്ലെങ്കിൽ ഫാസിസ്റ്റ് ആണ് എന്ന ആളുകൾ ചിന്തിക്കാനുണ്ടായ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകില്ലേ? തീർച്ചയായും ഉണ്ട്. അതാണല്ലോ അത് ഈ വ്യാജ നറേറ്റീവുകളാണ്. അത് മീഡിയകള് വളരെ കൃത്യമായിട്ട് മീഡിയയാണ് അതിനകത്ത് പ്രവർത്തിച്ചത്. അപ്പം അങ്ങനെ തന്നെ പറയേണ്ടി. രാജ്യത്തെ മീഡിയകൾ മുഴുവൻ ഇന്നും എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ പറ്റി സത്യസന്ധമായിട്ടല്ലല്ലോ വരുന്നത്, വ്യാജ നറേറ്റീവുകൾ വരികയല്ലേ. നരേന്ദ്രമോദിയെ പറ്റി നിങ്ങൾ ഉണ്ടാക്കി 2002 ഗുജറാത്ത് കലാപം ഉണ്ടായി. ഇതാണല്ലോ ഒരു ബേസിക് ആയിട്ട് പറയുന്ന കാര്യം. ഗുജറാത്ത് കലാപം നടക്കുമ്പം BJP അല്ല രാജ്യം ഭരിക്കുന്നത്, ഗുജറാത്ത് മാത്രമാണ് BJP ഭരിക്കുന്നത്. അന്ന് UPA ഭരിക്കുന്നു. നമ്മുടെ LDFന്റെ പിന്തുണയോടുകൂടി, ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി UPA ഭരിക്കുന്ന കാലമാണ്. അതിനുശേഷവും UPA ഭരിച്ചു. 10 വർഷം അവരുടെ ഭരണമാണ്. എന്തുകൊണ്ടാണ് മോദി അങ്ങനെ ഇതിന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ FIR നാം അനുസരിക്കുന്നത്, നാം വിശ്വസിക്കുന്ന ഭരണഘടനയാണ് അല്ലെ, അല്ലെങ്കിൽ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ. ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ മുഴുവൻ വിലക്കി മേടിക്കാൻ പറ്റും നിങ്ങൾക്ക് അഭിപ്രായം? ഒരിക്കലുമില്ല. നമ്മൾ നീതി ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ജുഡീഷ്യറി ഉള്ള ഒരു രാഷ്ട്രമാണ്. സുപ്രീം കോടതിയുടെ മോണിറ്ററിംഗിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഗുജറാത്ത് കലാപത്തെ പറ്റി അന്വേഷിച്ചത്. ക്ലീൻ ചിറ്റ് അല്ലേ കൊടുത്തത്? നിങ്ങൾ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് മോദിയെ കുറ്റപ്പെടുത്തുന്നത്? അപ്പൊ നമ്മൾ ചില നറേറ്റീവുകൾ സൃഷ്ടിച്ചു വെക്കുക, അതിനനുസരിച്ച് നമ്മൾ ആൾക്കാരെ പ്ലേസ് ചെയ്യുക. അത് നടക്കാൻ പറ്റില്ലല്ലോ, അത് ശരിയല്ലല്ലോ. നരേന്ദ്രമോദി ഗുജറാത്തിന്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ എന്തായിരുന്നു ഗുജറാത്തിന്റെ അവസ്ഥ? ലാത്തൂർ ഭൂകമ്പം തകർന്ന തരിപ്പണമായി. ഒരു ലിറ്ററലി ഗുജറാത്ത് തകർന്നൊരവസ്ഥയിലാണ് മോദി അവിടേക്ക് ചെയ്തത്. നേരത്തെ സൂററ്റ്, എനിക്കൊന്ന് ക്ഷീണക്കൊക്കെ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. സൂററ്റ് എന്ന് പറയുന്നതായിരുന്നു ഇന്ത്യയുടെ പ്ലേഗിന്റെ ക്യാപിറ്റല്. ഇന്ന് നിങ്ങൾ സൂററ്റിലേക്ക് ചെല്ലും, നിങ്ങൾ ഗുജറാത്തിലേക്കും ചെന്ന് നോക്കും. എന്തായിരുന്നു ഒരു സ്റ്റാച്യു പണിതപ്പോൾ നമ്മുടെ നറേറ്റീവ് എന്തായിരുന്നു? ഇത് നിങ്ങളുടെ കൺമുമ്പിൽ വിസിബിളായിട്ട് കാണില്ല. എങ്ങനെയാണ് ഇതിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്തത്? ഒരു ട്രാൻസ്ഫോർമേഷൻ അദ്ദേഹത്തിന്റെ കാലത്ത് സംഭവിച്ച ഗുജറാത്തിലായാലും ഇന്ത്യയിലായാലും അതിനെ നിങ്ങൾ കാണാതെ നിങ്ങളുടെ കുറെ അജണ്ടകൾ സെറ്റ് വെച്ചിട്ട് അതാണ് മോദി എന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റും. നിങ്ങൾ നോക്കൂ, ലോക രാഷ്ട്രങ്ങളുടെ ഇടയിൽ നരേന്ദ്രമോദിക്ക് കിട്ടുന്ന ആക്സെപ്റ്റൻസ് ലോകത്തിൽ ഏത് നേതാവിന് ഇന്നുണ്ട്? മോദി വലിയ മുസ്ലിം വിരുദ്ധനാണ്, ഇതാണല്ലോ നിങ്ങളുടെ നറേറ്റീവ്. നോക്കൂ, നിങ്ങൾ നരേന്ദ്രമോദിക്ക് നാം ഈ സംസാരിക്കുന്ന 2026 വരെ ഓൾമോസ്റ്റ് 28 രാഷ്ട്രങ്ങൾ പരമോന്നത ബഹുമതി കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. അതിൽ 12 മുസ്ലിം കൺട്രീസാണ്. എന്തിനാണ് കൊടുത്തത്? ഇപ്പൊ ഇറാൻ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഈ ഇസ്ലാമിക ക്ലറിക്സ് ഉള്ള അല്ലെങ്കിൽ അവരുടെ ആത്മീയ ആചാര്യൻ ഉള്ള നാടാണല്ലോ ഇറാൻ. ഇറാനും മോദിയും തമ്മിൽ എന്താ ബന്ധം? ഇറാനും ഇന്ത്യയും തമ്മിൽ വലിയ ബന്ധമാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇസ്രായേലിനോടും അതേ ബന്ധം വെക്കുന്നു. UAE എന്താണ് ഇന്ത്യയോടുള്ള ബന്ധം? സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ. ഖത്തർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ISISന്റെ ആസ്ഥാനം പോലുള്ള സ്ഥലമായിരുന്നു ഖത്തർ. എങ്ങനെയാണ് അവർ അംഗീകരിക്കുന്നത് മോദിയെ? അപ്പൊ ഇന്ത്യയിൽ നമ്മൾ ഒരു വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രകടിപ്പിക്കുക. അതായത് മുമ്പാണ് നമ്മൾ ബൈനറി സൃഷ്ടിച്ചിട്ട് മോദി മുസ്ലിം വിരുദ്ധ. കാരണം ഈ വെറുപ്പിൽ നിന്നാണ് നിങ്ങൾ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. മെറിറ്റ് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കൂ, 2014 മോദി വരുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? ഇന്ത്യയുടെ ഇക്കോണമിയെ പറ്റി പറയുന്നത് വേൾഡ്സ് മോസ്റ്റ് ഫ്രജൈൽ ഇക്കോണമികളിൽ ഒരെണ്ണമായി. മോദിയുടെ 12 വർഷം കഴിയുമ്പോൾ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി അല്ലേ. കോവിഡ് കാലഘട്ടത്തിലും GDP ഇത്രയേറെ വളർന്ന മറ്റൊരു രാഷ്ട്രമാണ്. ഏറ്റവും കൂടുതൽ നമ്മളുടെ സ്റ്റാർട്ടപ്പുകൾ രജിസ്റ്റർ ചെയ്തത് നേരത്തെ അമേരിക്കയിലും ചൈനയിലുമായിരുന്നു, ഇന്ത്യയിലേക്കായി. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേറ്റന്റുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ പദ്ധതിയുടെ കീഴിൽ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ നരേന്ദ്രമോദി വരുമ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഇമ്പോർട്ടർ ആയിരുന്നു. ഇന്ന് നിങ്ങൾ നോക്കുക, എന്റെയിലും നിങ്ങളുടെ ഇരിക്കുന്ന മൊബൈൽ ഫോൺ നോക്കൂ, മേക്ക് ഇൻ ഇന്ത്യ ആണല്ലേ. മറ്റേ ഞാൻ പറയാം ഏത് ബ്രാൻഡ് നമ്മൾ ഈവൻ ആപ്പിൾ മേടിച്ചാൽ പോലും തിരിച്ചു നോക്കാമെങ്കിൽ മേഡ് ഇൻ ചൈന എന്നായിരുന്നു.
അല്ലെ? കാലിഫോർണിയയുടെ കാണാറില്ല, മേഡ് ഇൻ ചൈനയിലായിരുന്നു. ഇത് നിങ്ങൾ ആപ്പിൾ നോക്കൂ, മേഡ് ഇൻ ഇന്ത്യ കിട്ടും അല്ലെ? ബെൻസ്, ലോകത്തിലെ ബെൻസ് എന്നുള്ള ഒരു അന്താരാഷ്ട്ര കമ്പനിയല്ലേ. ഭാരത് ബെൻസ് എന്നൊരു കമ്പനി ഇന്ത്യ പ്രവർത്തിക്കും. എവിടെയും പാകിസ്ഥാൻ ബെൻസ് ഇല്ല, ചൈന ബെൻസ് ഇല്ല, ജർമ്മൻ ബെൻസ് ഇല്ല, അമേരിക്കൻ ബെൻസ് ഇല്ല. പക്ഷെ ഭാരത് ബെൻസ് ഇന്ത്യക്ക് വേണ്ടി അവർ ചെയ്യുന്നു. ഇതൊക്കെ ലോകരാഷ്ട്രങ്ങൾക്ക് നമ്മളെ പറ്റിയുള്ള പെർസ്പെക്റ്റീവ് മാറിയത് കൊണ്ടാണ്. ഇന്ത്യ ഒരു എന്താണ് സ്ട്രോങ് നേഷൻ ആയിട്ട് എമേർജ് ചെയ്തു. അതിന്റെ ലീഡർ നരേന്ദ്രമോദി തന്നെയാണ്. മോദിയുടെ കാലത്താണ് അത് മാറിയത്. 80 കോടി ജനങ്ങൾക്ക് ഇന്നും സൗജന്യമായി ഭക്ഷ്യധാന്യം കൊടുക്കുന്നു. കോവിഡ് കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. ആരുടെയും കളർ നോക്കിയിട്ടല്ലല്ലോ. മോദി വന്നപ്പോൾ ഞാൻ എപ്പോഴും പറയും, ലോകത്തിൽ ആദ്യമായ ഒരു പ്രധാനമന്ത്രി ശൗചാലയങ്ങളെ പറ്റി അതൊരു എത്ര പ്രധാനമന്ത്രിമാർ ഇന്ത്യക്കുണ്ടായി. ഞാനും വീണയും ഒക്കെ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കൂടെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, പണ്ടൊക്കെ നമ്മൾ കാണുന്ന ഒരു ഗതികെട്ട കാഴ്ചയാണ്. നമ്മുടെ ട്രെയിൻ പോകുമ്പോൾ അപ്പുറത്തെ ട്രാക്കിൽ അല്ലേ രാവിലെ നിരന്നിരിക്കുക, അച്ഛനും മോളും, ആങ്ങളെയും പെങ്ങളും, അമ്മയും മോനും കൂടെ പ്രാഥമിക കൃത്യം നിർവഹിക്കുന്ന ഒരു വൃത്തികെട്ട കാഴ്ചയില്ല. ഇന്നുണ്ടോ അത്? എന്തുകൊണ്ട് 60 വർഷം ഭരിച്ചിട്ട് ചിന്തിക്കാൻ ഒരു ഭരണാധികാരി? ആദ്യമായിട്ട് ഇവിടെ നമുക്ക് കക്കൂസ് എന്ന് കേൾക്കുമ്പോൾ എന്തോ അയ്യേന്നാ അല്ലെ, എന്തോ ഒരു വൃത്തികെട്ട സാധനത്തെ പറ്റി പറഞ്ഞു. ഇതില്ലാത്തവനെ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ അല്ലേ? നോക്കൂ, ഇന്ന് ഉത്തരേന്ത്യയിൽ ചെല്ലുമ്പോൾ എത്ര വാർത്തകൾ ഇപ്പൊ കേരള മാധ്യമങ്ങൾ സംസ്കരിക്കുന്നതുകൊണ്ടാണ്. ഒത്തിരി വാർത്തകൾ വരുന്നു. സ്വന്തമായി ടോയ്ലറ്റ് ഇല്ലാത്ത വീട്ടിലേക്ക് വിവാഹം കഴിച്ചുമ്പോൾ പെൺകുട്ടികൾ തയ്യാറാകുന്നില്ല. അതിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ എത്തിയില്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ പെൺ ഭ്രൂണഹത്യയുടെ നാടായി. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന്. ഇന്ന് പെൺകുഞ്ഞുങ്ങളുടെ സ്കൂൾ എൻറോൾമെന്റിന്റെ പെർസെൻറ്റേജ് നിങ്ങൾ നോക്കൂ, വലിയ ഹൈപ്പ് ഉണ്ടായിരിക്കും. നമ്മുടെ ഒരു പ്രധാനമന്ത്രി ആർത്തവത്തെ പറ്റി സംസാരിച്ചു, നിങ്ങൾ കൂട്ടിക്കുന്നു. അതെന്തുകൊണ്ട് ഈ രാഷ്ട്രത്തിലുള്ള എൻ്റെ പൗരന്മാരോട് എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത്, നേഷൻ ഫസ്റ്റ് എന്നുള്ളതാണ് നമ്മളെ നയിക്കുന്നത്. അപ്പൊ എൻ്റെ പെൺകുഞ്ഞുങ്ങൾ, ഇന്ത്യയിലെ പെൺകുഞ്ഞുങ്ങൾ ഈ ആർത്തവ സംബന്ധമായ ഹൈജീനിക് അല്ലാത്ത സാഹചര്യങ്ങളിൽ അവർക്ക് ഈ പറഞ്ഞ നാപ്കിൻസ് ഉപയോഗിക്കാൻ അവർക്ക് അറിയില്ല. അവര് പ്രിമിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് അണുബാധ മൂലം മരിക്കുന്നവരുടെ എണ്ണം ഇന്ത്യയിൽ കൂടുതലായിരുന്നു. ഇന്ന് എല്ലാ സ്കൂളുകളിലും നാപ്കിൻ വെൻഡിങ് മെഷീൻസ് വെച്ചിരിക്കുന്നു അല്ലെ, 1 രൂപയ്ക്ക് കിട്ടുകയാണ്. എങ്ങനെ ഈ ചിന്തകൾ? ഇതൊക്കെ കേൾക്കുമ്പോൾ നിസ്സാരമാണ്. ഇതാണോ വലിയ കാര്യം എന്ന് ചോദിച്ചാൽ ഇതൊന്നും വലിയ കാര്യമില്ല. പക്ഷെ ഇത് ജീവിതത്തിൽ മാറ്റം വരുത്തിയ കോടിക്കണക്കിന് മനുഷ്യരുടെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ, അതായത് ടോയ്ലറ്റുകൾ ഇല്ലാത്ത കേരളം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കാരണം അതുപോലെ പെൺകുട്ടികളെ ഭ്രൂണഹത്യ ചെയ്തുകൊണ്ടിരുന്ന ഒരു കേരളം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കേരളത്തിനെ സംബന്ധിച്ച് ബാധിച്ചിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യം പോലെ മാറി നിന്നിരുന്ന ഒരു സംസ്ഥാനമല്ലായിരുന്നോ കേരളം? നമ്മുടെ തെറ്റിദ്ധാരണയല്ലേ? കേരളത്തിൽ ഇതൊന്നും ഇല്ലായിരുന്നു. ആരാ പറഞ്ഞത്? ഈ പെൺ ഭ്രൂണഹത്യ ഇഷ്ടം പോലെ നമ്മൾ കമ്പാരിറ്റീവ്ലി ബെറ്ററായി. അത് നമ്മൾ അംഗീകരിക്കാൻ ഒരു മടിയില്ല. നമ്മളിപ്പോ കേരളത്തിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ എന്തോ ഇടതുപക്ഷക്കാരന്റെ തറവാട്ടിൽ ഒരിക്കലും അല്ല. ഞാനൊരിക്കലും അത് ഇടതുപക്ഷക്കാരന്റെ തറവാട്ടിൽ മലയാളിക്കുണ്ടായിരുന്നു. മലയാളി നമ്മളിപ്പം 1947 ഇൻഡിപെൻഡൻസ് ആകുമ്പോൾ എന്തായിരുന്നു കേരളത്തിന്റെ അവസ്ഥ? അന്ന് ഇതൊക്കെ തന്നെ കേരളമായിരുന്നു ബെറ്റർ. അതെ അതെ. അതിന് ഒത്തിരി, ഞാൻ എപ്പോഴും പറയാം, അതിന് ഹിസ്റ്റോറിക്കലായി ഒത്തിരി കാരണങ്ങളുണ്ട്. നമ്മളെപ്പോഴും പറയുന്നില്ല, കേരളം ഇപ്പോൾ ഒരു ടൂറിസത്തിന് വേണ്ടി ഉണ്ടാക്കിയ PR വാചകമാണെങ്കിൽ പോലും ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളത് സത്യത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ടുള്ളൊരു വാചകം. കാരണം അത് ജോഗ്രഫിക്കലി ആയാലും മറ്റ് നമ്മളുടെ ബാക്കി എന്ത് ഇതെടുത്താലും കേരളം ഒരു പ്രൊട്ടക്റ്റഡ് സ്റ്റേറ്റ് ആയിരുന്നു. നോർത്ത് ഇന്ത്യ നോക്കും, അലക്സാണ്ടറിന്റെ കാലം മുതൽ അവർ അധിനിവേശത്തെ നേരിടുക അല്ലെ. അവർ കഴിഞ്ഞു എത്ര പേര്, ഡച്ചുകാര്, പോർച്ചുഗീസുകാര്, മുഗളന്മാരുടെ പടയോട്ടം, ബ്രിട്ടീഷിന്റെ ക്രൂരതകൾ, ഇതിലേക്ക് ആരാ അതിജീവിച്ചേ? അപ്പൊ സ്വാഭാവികമായും നിങ്ങളുടെ ഇൻഡെക്സുകൾ താഴ്പ്പും. അവർ ചെയ്യാത്ത തെറ്റിനാണ് അവർ ക്രൂശിക്കപ്പെട്ടത്. അപ്പൊ ആ ജനതയെ നമ്മൾ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നതിനോട് വളരെ നമുക്കതിനകത്ത് എതിരാണ്. ഈ സദേൺ സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു BJP അധികാരത്തിലിരിക്കുന്ന സമയത്ത് അവരെയൊക്കെ വളരെ മെച്ചപ്പെടുത്തി കൊണ്ടുവരികയാണ് എന്ന് പറയുമ്പോഴും പശുക്കളെ ദൈവങ്ങളായി കാണാനും അതുപോലെ ഗോമൂത്രം കുടിക്കുന്നവരും ഒക്കെയുള്ള വിഷ്വൽസ് ഇപ്പോഴും കാണുന്നു. അപ്പൊ ഇതിലൊക്കെ നമ്മൾ ഇത്ര പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ള വിഷ്വൽസ് കാണേണ്ടി വരുന്നതും അല്ലെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ ജനതയെ കാണേണ്ടി വരുന്നതും എന്തുകൊണ്ടായിരിക്കും? കഴിഞ്ഞ 12 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളിലും കൂടെ ഒരു മാറ്റം വരേണ്ടതല്ലേ? നമ്മൾ ഈ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജനത എന്നുള്ളത് നമ്മുടെ ഐഡന്റിറ്റി അതാണ്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ രാജ്യത്തിനും അവരുടേതായ ഒരു പെക്യൂലിയർ സ്വഭാവമുണ്ട്.
ഇന്ത്യക്കാരനോട് നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വിശ്വാസമാണ് നിങ്ങൾ കാരണം ലോകത്തിൽ നിന്നും ഇന്ത്യയെ വേർതിരിക്കുന്ന ഘടകം നമ്മുടെ വിശ്വാസം. അപ്പോൾ നമ്മൾ പല വിശ്വാസ പ്രമാണങ്ങൾ ഇവിടെയുണ്ട്. അതിൻ്റെ ശരിതെറ്റുകൾ എപ്പോഴാണ് സമൂഹത്തിന് ഹാനികരമാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എൻ്റെ വിശ്വാസം വീണയ്ക്ക് തടസ്സമുണ്ടോ? എൻ്റെ വിശ്വാസം സമൂഹത്തിന് ഹാനികരമല്ല എങ്കിൽ എന്തിനാണ് നിങ്ങളതിൽ പറയുക? നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നുണ്ടോ? അവിടെ പ്രശ്നം. നമ്മളെ അടിച്ചേൽപ്പിച്ചാൽ പക്ഷെ അത്തരത്തിലുള്ള എന്താ പറയാ ഈ മണ്ടൻ ചിന്താഗതികളിൽ നിന്ന് അവരെ കൊണ്ടുവരേണ്ടതും നമ്മുടെ ധർമ്മമല്ലേ? പശു എന്നുള്ളത് നമ്മൾക്ക് ആരാധനാമൂർത്തി മാത്രമായിരുന്നില്ല എന്നാണ് ഗാന്ധി അടക്കമുള്ളവർ പറഞ്ഞത്. പശു എന്നുള്ളത് വലിയൊരു ഇക്കോണമിയാണ്. ഇന്ത്യ ഒരു കാർഷിക രാജ്യമായിരുന്നല്ലോ. നമ്മുടെ കാർഷിക ഘടനയുടെ നട്ടലായിരുന്നു പശു. സ്വാഭാവികമായും ആ രീതിയിലാണ് നമ്മൾക്ക് വിർച്യു തരുന്ന എന്തിനേയും ബഹുമാനത്തോടെ കാണുക എന്നുള്ള നമ്മുടെ ശീലം. അങ്ങനെയാണ് നിങ്ങൾക്ക് സൂര്യൻ ഭഗവാനായത്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഗംഗാ മാതാവായത്. എൻ്റെ നിലനിൽപ്പിന്, എൻ്റെ ജീവിത സന്ധാരണത്തിന്, എൻ്റെ കുടുംബത്തിന്റെ നിലനിൽപ്പിന്റെ ബാക്ക് ബോൺ പശുവായിരുന്നു. പശു എൻ്റെ ഈശ്വരനായി. പശു നമ്മുടെ നിലനിൽപ്പിന് ആധാരമായിരുന്നു എന്നുണ്ടെങ്കിൽ പശുവിനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാം. പക്ഷെ അത്തരത്തിൽ ഇത്ര അന്ധമായ കാര്യങ്ങൾ ഗോമൂത്രം കുടിക്കുന്നതാണ്. സയന്റിഫിക്കലി ഗോമൂത്രം നമ്മുടെ ആയുർവേദ മരുന്നുകളിൽ ചേർക്കുന്ന ഒരു ഘടകം. ചാണകം ഭാരതത്തിൽ ശുദ്ധിയുടെ പര്യായമായി കണ്ടിരുന്ന സാധനമാണ്. നമ്മുടെയൊക്കെ കിടക്കാൻ മലയാളികൾ നിലം മെഴുകിയിരുന്ന ചാണകത്തിൽ കൂടിയായിരുന്നില്ലേ? എന്തിനാണ് അത്? അശുദ്ധിയായ മലമല്ലേ ചാണകം? ഇതര ജീവികളുടേതില്ലാതെ പശുവിന്റെ മലത്തിൽ നിങ്ങൾ അങ്ങനെ കിടന്നുറങ്ങിയിരുന്നത്? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തറയെ കിടത്തിയിട്ടില്ലേ? നിങ്ങൾക്ക് എന്നാണ് ഇതിനോടൊക്കെ പുച്ഛം തോന്നിയെന്നുള്ളതാണ് ബേസിക് ചോദ്യം. നിങ്ങൾ ഈ BJPയെ RSSനെ എതിർക്കാൻ നിങ്ങൾ എതിർക്കുന്നത് ഈ നാടിനെ എതിർക്കുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നം. നിങ്ങൾ BJPയെ പൊളിറ്റിക്കലി എതിർത്തോളൂ. എന്തിനാണ് ഈ നാടിനെ എതിർക്കുന്നത്? ഈ നാടിന്റെ കരുത്താണ് ഇതൊക്കെ. ഈ ചാണകം എന്നുള്ളത് ഇന്ത്യക്കാർക്ക് മോശം സാധനമായിരുന്നില്ല. ഇന്ത്യയുടെ മുമ്പ് പറഞ്ഞ നമ്മുടെ നിലം മെഴുകി അതിൽ കിടന്നുറങ്ങിയവരാണ് ഇന്ത്യക്കാർ. അങ്ങനെ ചെയ്ത വളർന്നു വന്ന ഒരു തലമുറയുടെ പിന്മക്കളാണ് നമ്മൾ, അല്ലെ? നമ്മൾക്കിപ്പോ സോക്കോൾഡ് പുരോഗമനവാദം വന്നപ്പോൾ നിങ്ങൾ ഡിനേ ചെയ്തോളൂ, നിഷേധിച്ചോളൂ. ഉച്ചയ്ക്ക് നമ്മുടെ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പശുവിനെ ഇഷ്ടമല്ല, വേണ്ട. സോ പക്ഷെ BJP ഇത് പറയുന്നത് കൊണ്ട് BJP എതിർക്കാൻ ഇതിനെ മുഴുവൻ അപമതിക്കരുത്. അവിടെയാണ് നിങ്ങൾക്ക് പറ്റിയ പൊളിറ്റിക്കലി എന്താ പറയുക, നിങ്ങൾക്ക് പറ്റിയ ഒരു ഫോൾട്ട്. അതാണ് BJP എതിർക്കാൻ വേണ്ടി ഇന്ത്യൻ ആയിട്ടുള്ള എന്തിനെ എതിർക്കുക. ഇവിടെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, നമ്മൾ പലപ്പോഴും തെറ്റ് ചെയ്യാത്തത് നിയമത്തെ പേടിച്ചിട്ടാണോ? വീണ മോഷ്ടിക്കാത്തത് പോലീസ് പിടിക്കുന്ന വിചാരിച്ചിട്ടാണോ? അങ്ങനെ ഒരു പേടി ഉള്ളതും കൂടെ അല്ലേ നമ്മളത് അങ്ങനെയാണോ? അല്ല, നമ്മള് മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ടെൻഡൻസി ആൾക്കാർക്ക് കൂടില്ലേ? ആ കൂടുന്നവരുടെ എണ്ണം കുറയ്ക്കലാണ് പുരോഗമന സമൂഹം. നാട്ടിലെല്ലായിടത്തും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉണ്ടാകുന്നതാണ് വികസനവും തെറ്റിദ്ധരിച്ചതാണ് മലയാളിയുടെ കുഴപ്പം. ഡെവലപ്മെന്റ് വരുമ്പോൾ ഇതിന്റെയൊക്കെ ആവശ്യം കുറയലാണ്. അപ്പൊ ചോദിക്കുന്നത് ആക്സിഡന്റ് ഒഴിവാക്കി നിർത്താം, ഒരിക്കലും പറ്റില്ല. അതല്ല ഇവിടുത്തെ ഇഷ്യൂ. നിങ്ങളുടെ നാട്ടിൽ ക്യാൻസർ രോഗികൾ പെറ്റുവരും, കൂണുപോലെ ക്യാൻസർ രോഗികൾ ഉണ്ടാകും. അതിന് നിങ്ങൾ കാണുന്ന പരിഹാരം, ഇമ്മീഡിയറ്റ് പരിഹാരം, നിങ്ങൾ ഇപ്പൊ ഷോർട്ട് ടേം പരിഹാരമാണ് എന്താ? ക്യാൻസർ കെയർ സെന്ററുകൾ വേണം. ദാറ്റ്സ് എ ഷോർട്ട് ടേം ലക്ഷ്യം മാത്രമേ ആവുന്നുള്ളൂ. നിങ്ങളുടെ ലോങ് ടൈം എന്താണ് വേണ്ടത്? ക്യാൻസർ ഇല്ലാതാക്കാനുള്ള, ക്യാൻസർ വരാനുള്ള സാഹചര്യം കുറയ്ക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പ്യുവർ ഫുഡ് കൊടുക്കണം, പെസ്റ്റിസൈഡ് ഇല്ലാത്ത ഫുഡ് കൊടുക്കണം, നിങ്ങളുടെ എൻവയോൺമെന്റ് ക്ലിയർ ആക്കണം. ഇതൊക്കെ ആരുടെ ചുമതലയാണ്? അവിടാണ് ഭരണാധികാരിയുടെ ചുമതല. അപ്പടി കിട്ടിയോ? ഇതിലേക്ക് കൊണ്ടുപോകുന്നവനാണ് ഭരണാധികാരി. അല്ലാതെ രോഗി ഉണ്ടായി നിനക്ക് അതിന് ആശുപത്രി തന്നിട്ടുണ്ട്, ഇത് പറയാൻ ഏത് പൊട്ടണം പറ്റും? പിടി കിട്ടിയോ? അതല്ല ഭരണാധികാരിയുടെ യഥാർത്ഥ ചുമതല. നിങ്ങളെ ഒരു ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പത്തിലേക്ക് നിങ്ങൾ നയിക്കണം, അല്ലെ? അപ്പൊ ക്യാൻസർ രോഗം ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ്? പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ. നമ്മൾ സംസാരിക്കുന്ന ആലപ്പുഴ ഇരുന്നിട്ടാണ്. ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള ജില്ലയാണ് ആലപ്പി. കുട്ടനാട് അതിന് നമ്പർ 1. എന്തുകൊണ്ടാണ്? മലിനജലം. ഇത് ഒഴിവാക്കാൻ എന്താ നിങ്ങൾക്ക് പറ്റാത്തേ? നിങ്ങൾ പറയുന്നല്ലോ, ഞാനും മീണയും കഴിക്കുന്ന ഫുഡിനകത്തെ പെസ്റ്റിസൈഡ്സിന്റെ അളവ് ആര് ഉറപ്പുവരുത്തുന്നു? അതിനകത്ത് ഭരണകൂടത്തിന്, സ്റ്റേറ്റിന് ഒരു ചുമതലയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ആലപ്പുഴയിലെടുത്ത് സംസാരിക്കുമ്പോൾ നമ്മുടെ നദീതടങ്ങൾ മലിനമാകുന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ഗംഗാ നദിയെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ അവിടെയും അതീവ മലിനമായിട്ടല്ലേ? അതിനു വേണ്ടിയിട്ടാണല്ലോ നമാമി ഗംഗാ പ്രോജക്ട് ഇപ്പൊ ഗംഗയിലോട്ടും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയും അങ്ങനെയുള്ള നടക്കുന്നുണ്ടെങ്കിൽ ഗുഡ്.
നമുക്ക് അതിനകത്ത് സന്തോഷമേ ഉള്ളൂ. എന്നുള്ളതാണോ? തീർച്ചയായിട്ടും അതെ. നമാമി ഗംഗ പ്രൊജക്ട് പോലെ ഒരു പ്രൊജക്ട് കേരളത്തിൽ കാണിച്ചത് അത്രയും വലിയ വേണ്ട. നമാമി പമ്പ കാണിച്ച നമാമി എന്നുള്ള വാക്കിനെയും സംഘീയ വാക്കാണ്, വർഗീയമാണ്, നിങ്ങൾ ഉപയോഗിക്കേണ്ട. ക്ലീൻ പമ്പ ഒന്ന് കാണിച്ചു തരുമോ? ക്ലീൻ അച്ചൻകോവിലുണ്ടോ? ക്ലീൻ ഭാരതപ്പുഴയുണ്ടോ? ഭാരതപ്പുഴ നദി പോലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കുറെ മണല് മാത്രമേ അവിടെയുള്ളൂ. ക്ലീൻ പെരിയാറുണ്ടോ? അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നം കൊണ്ടാണോ തീർച്ചയായിട്ടും? തീർച്ചയായിട്ടും ഭരണാധികാരിക്ക് ഇതിനൊക്കെ ശ്രദ്ധിക്കുന്നവരാണ് ഭരണാധികാരി. കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി രാജീവ് ഒരു 6 മാസം മുമ്പ് പറഞ്ഞു, നമ്മുടെ ചെറുപ്പക്കാരുടെ കാര്യം തൊഴിലില്ലായ്മ പുള്ളി മറുപടിയാണ്, നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ വിദേശത്ത് പോകാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. അതിന് ഇയാൾ ഒരുക്കി കൊടുക്കണം, നാട്ടുകാരല്ലാതെ ഓടിപ്പോവാൻ. ഇതല്ലല്ലോ മന്ത്രിയുടെ ആൻസർ വേണ്ടത്. എടാ, എന്റെ നാട്ടിലെ കുഞ്ഞുങ്ങളെ എന്റെ നാട്ടിൽ പിടിച്ചു നിർത്തുമെന്ന് പറയുന്നവനല്ലേ ഭരണാധികാരി? ഒഴുക്കിനൊത്ത് നീന്താൻ ആർക്കും പറ്റും സർ. അങ്ങനെയുള്ളവനെ നമുക്ക് വിഷണറിയായി, ലീഡറായി, ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി കാണാൻ പറ്റില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് പരിവർത്തനം വേണം. നമ്മളിപ്പോ ഈ ഡെവലപ്മെന്റ് അല്ല പരിവർത്തനം. നമ്മൾ ഏത് രാഷ്ട്രീയ നേതാവാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഭരിക്കുന്നതെന്നുണ്ടെങ്കിലും ഈ പരിവർത്തനം മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടതല്ലേ? അല്ലാതെ നമുക്കൊരു രാഷ്ട്രീയ നേതാവ് പലതവണ ആവർത്തിച്ച് പറഞ്ഞാലും ഇത്തരത്തിലുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാകണമെന്നുണ്ടോ? അതൊരു ഐ ഓപ്പണർ ആണല്ലോ. നമ്മുടെ പ്രധാനമന്ത്രി സംസാരിച്ചപ്പോഴല്ലേ പലതിലേക്കും നമ്മുടെ ശ്രദ്ധ പോയത്. കുമരകത്തെ രാജപ്പൻ ചേട്ടൻ, ഞാൻ കുമരകത്ത് രാജപ്പൻ ചേട്ടൻ എത്രയോ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് തോന്നിയില്ല അത് നരേന്ദ്രമോദിക്കാ തോന്നിയത് രാജപ്പൻ ചേട്ടനെ ഒന്ന് ആദരിക്കണമെന്ന്. ആ കുമരകത്തുള്ള മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന രാജപ്പൻ ചേട്ടനാണ്. അത് പറഞ്ഞപ്പോഴല്ലേ ലോകത്തിന്റെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് വന്നത്. അവിടെയാണ് മോദി വ്യത്യസ്തനാണ്. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം എനിക്ക് എക്സാക്ട് നമ്പർ അറിയില്ല, ഏകദേശം 2000 ചില്ലുവാനം നിയമങ്ങൾ റദ്ദ് ചെയ്തു. നമ്മുടെ ചെറുപ്പക്കാരുടെ ഡിഗ്നിറ്റിയെ ഇടിച്ചു താഴ്ത്തിയ ഒരു സംഭവം 60 വർഷം ഈ രാജ്യത്ത് നിലനിന്നു. ഒരാൾ ശ്രദ്ധിച്ചിട്ടില്ല. അതായത് പണ്ട് ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്യണമായിരുന്നു. ആര് അറ്റസ്റ്റ് ചെയ്യണമായിരുന്നു? ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യണം. വൈ? എന്തിന്? അതൊരു ആധികാരികത ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ വീണ കള്ളിയാണെന്ന് സ്റ്റേറ്റ് പറയാണ്. ഇത് ബ്രിട്ടീഷുകാരനുണ്ടാക്കിയ റൂളാണ്. ഇത് തുടർന്ന് വന്നു. നരേന്ദ്രമോദി വന്നിട്ട് പറഞ്ഞില്ലേ സെൽഫ് അറ്റസ്റ്റേഷൻ മതി. ഇത് നിങ്ങളുടെ പ്രൈഡ് ഉയർത്തിയില്ലേ? തീർച്ചയായിട്ടും പ്രൈഡ് ഉയർത്തിയല്ലോ. ഇതല്ലേ ഭരണാധികാരി? ഇതാണ് നമുക്ക് വേണ്ടതെന്നേ BJP എപ്പോഴും പറയും. ഞങ്ങൾ യൂത്ത്സിനൊപ്പം. അവിടെയാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയും സ്റ്റാൻഡപ്പ് ഇന്ത്യയും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. സന്ദീപ് വാചസ്പതി എന്ന് പറയുന്ന BJP നേതാവ് ഒരു MLA ആയി മാറുകയാണെങ്കിൽ ഈ ഒരു സംസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ MLA-യുടെ നിയമസഭ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ദീർഘമായ വീക്ഷണം എന്തായിരിക്കും? നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒന്നാമത്തെ കാര്യം ഈ നാട്ടിൽ നിൽക്കണം. ഇപ്പൊ ഞാൻ വരുന്നത് ചെങ്ങന്നൂരിൽ നിന്നാണ്. നിങ്ങൾ നോക്കൂ, അവിടെ ഇന്ന് ചെന്ന് കഴിഞ്ഞാൽ ഒരു 25 to 30% വീടുകൾ അടഞ്ഞു കിടക്കും. അതെ അതെ, എല്ലാവരും വിദേശത്താണ്. പക്ഷെ നമുക്ക് നിങ്ങളുടെ നാട് നിങ്ങളുടേത് അല്ലാതായിക്കൊണ്ടിരിക്കുന്നു സർ. ഇതിനൊരു പരിഹാരം വേണ്ട. എന്തിനാ ചെറുപ്പക്കാർ പോകുന്നത്? ബെറ്റർ ഓപ്പർച്യൂണിറ്റി തേടി തന്നെയാണ് പോണത്, ആണല്ലോ. നിങ്ങൾ മുമ്പ് പറഞ്ഞ നമ്പർ 1 എന്ന് പറയുന്ന കേരളത്തിൽ നിന്നാണ് കൂടുതൽ ചെറുപ്പക്കാർ പോകുന്നത്. വലിയ ആശങ്ക. അവർക്ക് തൊഴിലവസരം ഉണ്ടാകും. പിന്നെ എന്താണ് നിങ്ങൾ ഈ പറയുന്ന സോക്കോൾഡ് ഡെവലപ്മെന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതിനകത്തൊരു ഈ കെട്ടിടം പണിയുന്നതാണ് ഡെവലപ്മെന്റ് എന്ന് നമ്മൾ എവിടെയോ തെറ്റിദ്ധരിച്ചു. സോ നിങ്ങൾ ഈ ആലപ്പുഴ നിങ്ങൾ നോക്കൂ, ആലപ്പുഴയിലെ കായലുകൾ എനിക്ക് തോന്നുന്നു EMSന്റെ കാലഘട്ടം മുതൽ ശുദ്ധീകരിക്കുക. തോമസ് ഐസക് എന്ന് പറയുന്ന MLA ഇവിടുന്ന് 2-3 തവണ ജയിച്ചു. അയാളുടെ ഓരോ പ്രകടന പത്രികയിലുണ്ടായിരുന്നു കായൽ നവീകരിക്കും, കായൽ ശുദ്ധമാക്കും, മറ്റേ സാൻ ഫ്രാൻസിസ്കോ ആക്കും, ഡെൻമാർക്ക് ആക്കും, വെനീസ് ആക്കും എന്നൊക്കെ വലിയ വാചകങ്ങളാണ്. എന്തിയെ ഈ ശുചീകരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുമ്പോൾ മറ്റു സൈഡിൽ വീണ്ടും മലിനമാക്കാനായിട്ട് ആളുകൾ ഇറങ്ങി തിരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിനാരാണ് ചോദിക്കണം? നിങ്ങൾ അവന്യൂസ് ഒരുക്കിക്കൊള്ളു. നിങ്ങൾ വലിച്ചെറിയാൻ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സർക്കാരിൻ്റെ. നിങ്ങൾ പ്രോപ്പർ ഡസ്റ്റ്ബിൻസുകൾ വെച്ചു കൊടുക്കൂ, നിങ്ങൾ പ്രോപ്പർ മലിനീകരണ ശുദ്ധീകരണ പ്ലാന്റുകൾ വെക്കൂ. എവിടെ സർക്കാരിൻ്റെ ഉള്ളത്? ക്ലീൻ കേരള പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് നീ പ്ലാസ്റ്റിക്കുകളൊക്കെ എവിടേക്കാണ് പോകുക? ഇതിനൊക്കെ നിങ്ങളിതൊന്നും ചെയ്യില്ല, എന്നിട്ട് ജനം നിയമം തെറ്റിക്കുന്നു എന്ന് പറയാം. അത് സിമ്പിൾ ആണല്ലോ. ഏതാ നിങ്ങൾ എന്നിട്ട് ക്യാമറ വെച്ച് ജനങ്ങളെല്ലാം പിടിച്ച് പൈസ വസൂലാക്കുക. അതല്ലല്ലോ ചെയ്യേണ്ടത്. നിയമം ലംഘിക്കാതിരിക്കാനുള്ള സാഹചര്യം കൂടെ അവന് എനിക്ക് തരാൻ വഴിയില്ല. വേറെ ഒരു നിവൃത്തി ഇല്ലാതെ വരുമ്പോഴാണല്ലോ നമ്മൾ ഈ ക്യാമറ വെച്ച് ഫൈൻ ഈടാക്കേണ്ടി വരുന്നത്. സർക്കാരിന് നിവൃത്തിയില്ലാത്ത അവസ്ഥയില്ല, ജനത്തിനുണ്ടത്. എനിക്ക് വേറെ നിവൃത്തിയില്ല. എന്റെ വീട്ടിൽ വരുന്ന മാലിന്യം ഇന്ന് കൊണ്ടുപോയിട്ടില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കിത് വലിച്ചെറിയലേ വേറെ ഓപ്ഷൻ ഇല്ല. ജനം ഫോഴ്സ്ഫുള്ളി അതായി പോവുകയാണ്. അപ്പൊ സർക്കാരിനൊരു ബാധ്യത ഇല്ലേ? അവനെ വലിച്ചെറിയിപ്പിക്കാതിരിക്കുക. ശരി, അവനെ നിങ്ങൾ ശിക്ഷിക്കണം, ഫൈൻ ഇടുക, എല്ലാം ചെയ്യണം. അതൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞ ഷോർട്ട് ടേം റെമഡീസ് ആണ്. ലോങ് ടേം റെമഡി നമ്മുടെ വേണ്ടേ? നമുക്കൊന്നിനും പ്ലാൻ ബി ഇല്ല. പണ്ട് ശക്തൻ നമ്പരായിട്ടൊരു കഥയുണ്ട്. ഈ ഒരു തേക്കിൻകാട് മൈതാനത്ത് അമ്പലത്തിലോട്ട് പോകുന്ന വഴി മുഴുവൻ ആൾക്കാർ മുറുക്കി തുപ്പി വെക്കുക.
ശക്തന്റെ അപ്പൻ തമ്പുരാൻ ജ്യേഷ്ഠനായ അന്ന് അദ്ദേഹമാണ് ഭരിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹം എല്ലാം വൃത്തിയാക്കിയിട്ട് പറഞ്ഞു ഇവിടെ എല്ലാം 2 വശത്ത് തുളസി വെച്ച് പിടിപ്പിക്കാം. തുളസി ദിവ്യമാണല്ലോ, അതിലാരും തുപ്പില്ലല്ലോ. 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ തുളസി മുഴുവൻ തുപ്പി വെച്ചേക്കാം. അപ്പൊ ശക്തൻ ഇങ്ങോട്ട് വന്നിട്ട് തുളസി മുഴുവൻ പറിച്ചു കളഞ്ഞു. എന്നിട്ട് അവിടെ ഒരു കയ്യാമം വിളിച്ചു വെച്ചു, തുപ്പ് തന്നെ പിടിച്ചാലിട്ടേക്കാം. പിന്നെ അതിലാരും തുപ്പിയില്ല. അത് വേണമെന്നല്ല, അത് വേണം. ശക്തമായ നിയമങ്ങൾ നിങ്ങൾ കർബ് ചെയ്യുക തന്നെ വേണം. ലോങ് ടേം ഒരു പരിഹാരം കൊടുക്കണം. ഞാനതാ പറഞ്ഞത്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ നാടിനെ പറ്റി നല്ലൊരു സങ്കല്പം, ചെറുപ്പക്കാരെ ഇവിടെ നിലനിർത്താൻ. ചെറുപ്പക്കാർ ഈ നാട്ടിൽ നിൽക്കണം ഇല്ലെങ്കിൽ ഈ നാട് മുന്നോട്ടേക്ക് പോകില്ല. അതിനാവശ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. നമുക്ക് ഇപ്പൊ ഞാൻ വരുന്ന ചെങ്ങന്നൂരിൽ നിന്ന്, വലിയ ശില്പികളുടെ നാടാണ് ചെങ്ങന്നൂർ. പള്ളിയോടങ്ങളുടെ നാട്, ശില്പങ്ങളുടെ നാട്, വലിയ ഡിസൈനേഴ്സ്. ഐ മീൻ കണ്ടോ, നമുക്ക് കല്ല് വലിയ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഓട് നിർമ്മാണമുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓട്ട് നിർമ്മാണം മാന്നാറിലാണ്. ഇതൊക്കെ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇവരെ നിങ്ങൾ എൻട്രി ചെയ്യാൻ എന്ത് ചെയ്തു? പുതിയ തലമുറ ഇന്നത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് അവൻ ചെയ്യാത്തത്? ബെനിഫിഷ്യൽ ഇല്ലാത്ത അതെന്തുകൊണ്ടാ? കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തില്ല. ഇതിന് മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ടല്ല. കോട്ടുപാത്രങ്ങൾക്ക് ലോകത്തിൽ എവിടെ, അമേരിക്കയിൽ നിന്ന് വന്നു പോലും വലിയ വലിയ മണികൾ, പള്ളികൾക്കുള്ള മണികൾ മാന്നാറിൽ നിന്ന് കൊണ്ടുപോയ ചരിത്രമുണ്ട്. അപ്പൊ മാർക്കറ്റ് നിങ്ങൾക്ക് ലോകമെമ്പാടുമുണ്ട്. അത് കണ്ടെത്താനുള്ള സംവിധാനം നമുക്കില്ല. ഇവരെ പ്രോത്സാഹിപ്പിക്കാനില്ല. ഇത് ക്ഷയിച്ചു വരിക. അപ്പൊ ആലപ്പുഴ വലിയ പാണ്ഡികശാലകൾ ഇവിടെ ഉണ്ടായിരുന്നു. കൊപ്ര, കയറ് കയറ്റി ചെയ്യുന്ന സ്ഥാപനമായിരുന്നു ആലപ്പുഴ. ഇന്ന് എവിടെ? ആരുടെ? ഞങ്ങൾ പറയുമ്പോൾ രാഷ്ട്രീയം പറയണമല്ലോ. ഈ ഭരിച്ചവർക്ക് അതൊരു ഉത്തരവാദിത്വമില്ല. ഇത് നശിച്ചുപോയത്. എന്റെ ചോദ്യം ഇവിടെയാണ്. കേരളം നിങ്ങളുടെ EMSന്റെ കയ്യിലോട്ട് കിട്ടുമ്പോ, ഇനി പിണറായി വിജയൻ വരെ കൈ കിട്ടിയപ്പോ എന്തുണ്ടായിരുന്നു? എവിടെ നിന്നാ ഇവിടേക്ക് എത്തിയത്? അത് നോക്കുന്നില്ല. 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 56 കേരളം ഉണ്ടാകുമ്പോൾ തന്നെ ഈ റാങ്കിങ്ങിൽ, ഈ ഇൻഡെക്സിൽ നമ്മൾ മേളിലായിരുന്നു. അത് ഒരു സുപ്രഭാതത്തിൽ സ്വയംഭൂവായി ഉണ്ടായി ഒന്നൊന്നുമല്ല. വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ ആയി. ഞാൻ മുമ്പ് പറഞ്ഞ കുറെ ക്രിസ്ത്യൻസ് കേരളത്തിലുള്ളതുകൊണ്ടുണ്ടായി വന്നതാണ്. അതേപറ്റി ആരും പറയുന്നില്ല. നമ്മൾ കയറുമ്പോൾ, ഞാനൊക്കെ നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, നെല്ലറയായിരുന്നു. കുട്ടനാട്, തൃശ്ശൂർ, പാലക്കാട്. ഇന്ന് എവിടെ ഉണ്ട്? ഇന്ന് കഞ്ഞി കുടിക്കണേ ഛത്തീസ്ഗഡുകാരൻ കൃഷിയാണ്, തെലുങ്കൻ കൃഷിയാണ് അല്ലേ? അവിയലും തോരനും സാമ്പാറും കൂട്ടണമെങ്കിൽ തമിഴൻ കൃഷിയാണ്. വേണോ? ചിക്കൻ കഴിക്കണമെങ്കിൽ, ബീഫ് കഴിക്കണമെങ്കിൽ തമിഴൻ കാളയെ വളർത്തണം, കോഴിയെ വളർത്തണം. ഓംലെറ്റ് കഴിക്കണേ തമിഴൻ കോഴിയെ വളർത്തണം. പാല് കുടിക്കണമെങ്കിൽ, തുണി വേണമെങ്കിൽ. അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ കൃഷി സംസ്കാരം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. കൃഷി മാത്രമല്ല, കാലഘട്ടത്തിനനുസരിച്ച് നവീകരിക്കപ്പെടണമായിരുന്നു. കേരളത്തിന് നമ്മുടേതായ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. കേരളം ശരിയാണ്, ഹെവി ഇൻഡസ്ട്രീസിന് പറ്റിയ സ്ഥലമല്ല. ഇവർ പറയുന്ന ഒരു സാധനമാണല്ലോ. ശരി, എവിടെ അല്ലാത്തത്? നമുക്ക് പശുവിനെ വളർത്തിയിരുന്നെങ്കിൽ നമ്മളുടെ ക്ഷീരമേഖലയിൽ നമുക്ക് എക്സ്പോർട്ടിങ് സ്റ്റേറ്റ് ആയി മാറല്ലോ അല്ലേ? നിങ്ങൾ കോഴിയെ വളർത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഈ എല്ലാ ടെറൈനും ഇല്ലേ? സമുദ്രമുണ്ട്, വനമുണ്ട് അല്ലേ? മലനിരകളുണ്ട്, ഇടനാടുണ്ട്. എല്ലാ ക്ലൈമറ്റും നമുക്കുള്ള ഒരു നാടാണിത്. അതുകൊണ്ടാണ് ഇതിനെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പോലും വിളിക്കുന്നത്. ഇതിനനുസരിച്ച് നമ്മുടെ ആയുർവേദം, നമ്മുടെ കലകൾ, ഇതിനെ പരിശീലിപ്പിക്കാൻ ടൂറിസം നമുക്ക് മസ്റ്റ് അല്ലേ? നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ. എന്താ ഇവിടെ ഉള്ളത്? അപ്പൊ നിങ്ങളുടെ പൊട്ടൻഷ്യലിനെ നിങ്ങൾ എവിടെയോ കളഞ്ഞു, കിട്ടാത്തതിന്റെ പിറകിന് പോയി. ഇനി IT, ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക്, IT പാർക്കാണ് ടെക്നോ പാർക്ക് അല്ലേ? വെരി ഫസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ന് കേരളം എവിടെ നിൽക്കുന്നു? പതിറ്റാണ്ടുകൾക്ക് ശേഷം തുടങ്ങിയ ബാംഗ്ലൂർ എവിടെ നിൽക്കുന്നു? ഹൈദരാബാദ് എവിടെ നിൽക്കുന്നു? അപ്പൊ കേരളം വളർന്നോ തളർന്നോ? നിങ്ങൾ ബാംഗ്ലൂരിൽ പോയി നോക്കൂ. അവിടെ ടെക്കികളായിട്ട് 1,00,000 പേരുണ്ടെങ്കിൽ, 10,000 പേരുണ്ടെങ്കിൽ, ഞാൻ ബെറ്റ് വെക്കുന്ന 8,000 പേര് മലയാളികൾ ആണോ അല്ലേ? ഇവർ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ പണിയെടുക്കേണ്ടി വരില്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഭരണാധികാരി ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നമ്മളൊരു രാഷ്ട്രീയത്തിന് നിൽക്കുമ്പോൾ ആ രാഷ്ട്രീയത്തിന് ചിലപ്പോൾ ഒരുപാട് ശരികൾ ഉണ്ടാകാം, ഒരുപാട് തെറ്റുകൾ ഉണ്ടാകാം. പക്ഷെ നമ്മുടെ നിലപാടുകൾ വളരെ വ്യക്തമായിരിക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുകയും ആ രാഷ്ട്രീയം എന്തുകൊണ്ടാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതിന് വ്യക്തമായ നിലപാടുകളും ഉണ്ട് എന്നുള്ളതാണ് സന്ദീപ് വാചസ്പതിയെ വ്യത്യസ്തനാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ എടുക്കുന്ന നിലപാടുകൾ 100% ഡെഡിക്കേഷൻ. അതുള്ള അക്കാര്യത്തിൽ ഞാൻ 100% അങ്ങനെ തന്നെ നിൽക്കുന്നത്. നമ്മളെ വെള്ളം ചേർക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് നിർത്തിപ്പോവാ. രണ്ടിനും കൂടെ എല്ലാ കാലത്തും നമുക്ക് അങ്ങനെ ശക്തമായി നിൽക്കാൻ സാധിക്കുമോ? എനിക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യം എനിക്ക് നിങ്ങളോട് എങ്ങനെ പറഞ്ഞു നിങ്ങളെ അതിലേക്ക് കൊടുക്കുക ചെയ്യില്ല. ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരന്റെ ചുമതല അതാണല്ലോ. എനിക്ക് നിങ്ങളെ എങ്ങനെ ആകർഷിക്കാൻ പറ്റും? അത് ഞാൻ പറയുന്നതിൽ എനിക്ക് ഉത്തമ ബോധ്യം വേണ്ടേ? എനിക്ക് ഉത്തമ ബോധ്യമില്ലാത്തൊരു കാര്യത്തെ പറ്റി അവിടെ അത് ഇരട്ടത്താപ്പാണ്, വഞ്ചനയാണ്. വഞ്ചന രാഷ്ട്രീയത്തിൽ ലോങ് ടേം റിസൾട്ട് തരില്ല.
നമ്മളെ ആത്മവഞ്ചന പാടില്ല. അപ്പം നമ്മൾ 100% വിശ്വസിക്കുന്നുണ്ടെങ്കിലേ ജനങ്ങളോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കാവും. അതിനോട് ജനങ്ങൾക്ക് അങ്ങനെ ആയിരുന്നു നമ്മുടെ നാട്. ഇരട്ടത്താപ്പ് ഒരിക്കലും രാഷ്ട്രീയത്തിൽ നിലനിൽക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. താഷ്കന്റ് മുതൽ ശബരിമല വരെ വഞ്ചനയുടെ 100 വർഷങ്ങൾ എന്നുള്ള പുസ്തകത്തിൽ നിന്നും വഞ്ചനയില്ലാത്ത 50 വർഷങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. അങ്ങനെ വേണം. ഈ വഞ്ചനയുടെ 100 വർഷങ്ങളാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ അവസ്ഥയിൽ എത്തിച്ചത്. ഉപ്പ് വെച്ച കലമ്പോലായതിന്റെ കാരണം അതാണ്. അവർ ഇന്ത്യയിൽ ഇവിടെ ഇല്ലല്ലോ. അതിനുള്ള കാരണം ഈ ഇരട്ടത്താപ്പാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറെ. ഇതിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്തത്. അത് രാഷ്ട്രീയത്തിൽ പാടില്ല എന്ന് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് BJPയുടെ ഒരു വാഗ്ദാനവും പാഴായി പോകാത്തത്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിറവേറ്റിയ ഏക പാർട്ടിയാണ് BJP. അപ്പോൾ നോക്കൂ, ഞങ്ങളുടെ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റിയില്ല. ഇനിയുണ്ട്, കുറേ ഉണ്ട്, 100% ആയിട്ടില്ല. പക്ഷെ അത് ചെയ്യുന്ന ഏക പാർട്ടി BJP ആണ്. കാര്യം അത് നിന്നും നമ്മൾക്ക് ഷോർട്ട് ടൈമിന് വേണ്ടി പറഞ്ഞല്ല, ലോങ് ടേം അജണ്ട. ഞങ്ങളുടെ ലക്ഷ്യം 2047 ആകുമ്പോൾ ഈ രാഷ്ട്രത്തെ 1ാം നമ്പർ ആക്കുക എന്നുള്ളതാണ്. അതാക്കും. അതിന് കേരളത്തിന് വലിയ പങ്ക് വഹിക്കാനുണ്ട്. സ്വാഭാവികം കേരളത്തിലും വലിയൊരു മാറ്റം ഉണ്ടാകും. ജനങ്ങൾക്ക് മടുത്തു. 60 വർഷം 65 വർഷം ഒന്നും ചെയ്യാൻ പറ്റാത്തവർ അടുത്ത 5 വർഷം കൊണ്ട് എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? നിങ്ങളെ 60-65 വർഷം ജനം വിശ്വസിച്ചില്ലേ? ഇടതും വലതും ഞങ്ങൾ പറയപ്പോൾ ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറുന്ന പോലെ നാറാമത്ത് ഭ്രാന്തന്റെ കഥ പറഞ്ഞ പോലെ അവസ്ഥയാണ്. മലയാളി വിശ്വസിച്ചില്ലേ? എന്താ തിരികെ കൊടുത്തത്? പക്ഷെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മികച്ച ഒരു രാഷ്ട്രീയ നേതാവ് മതി അത്തരം മാറ്റങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാരിവിടെ ഉണ്ടാവും. ഇഷ്ടം പോലെ ചെറുപ്പക്കാർ വരുന്നുണ്ട്. ഞങ്ങൾക്ക് വരുന്ന തലമുറയിൽ വലിയ വിശ്വാസമാണ്. അവരുള്ളത് കൊണ്ടാണ് BJPക്ക് ഇത്രയും. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസത്തെ സർവേയിൽ 33% ആൾക്കാർ നരേന്ദ്രമോദി ഫാൻസാണ് ഇന്ത്യയിൽ. എക്സാക്ട് 1/3 ആ ഷെയർ ഞങ്ങൾക്ക് കിട്ടും. നരേന്ദ്രമോദി ഫാൻസ് ഇവിടെ ഉണ്ട്. മോദിജി പറയുന്ന കാര്യങ്ങൾ, ആ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അവർ പക്ഷെ സൈലന്റ് ആണ്. അവര് ഈ സംഘടിതമായ ആക്രമണത്തെ ഭയന്ന് ഒക്കെ നിശബ്ദരായി ഇരിക്കുന്നവരാണ്. ആ സൈലന്റ് വോട്ടേഴ്സിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നാട് നന്നാകണം ആഗ്രഹിക്കുന്ന, മോദിജി വന്നതിന് ശേഷം നാട്ടിൽ മാറ്റമുണ്ട് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരിൽ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ കൊണ്ട് തീർച്ചയായും കേരളത്തിൽ വലിയ മാറ്റമുണ്ട്. അപ്പോൾ വാഗ്ദാനങ്ങൾ വെറും വാഗ്ദാനങ്ങൾ മാത്രമല്ലാതാകട്ടെ, യാഥാർത്ഥ്യങ്ങളാകട്ടെ, നാട് കൂടുതൽ നന്നാകട്ടെ. എല്ലാവിധ ആശംസകളും BJP എന്ന് പറയുന്ന രാഷ്ട്രീയത്തിനും അതിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാവിനും എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.